കഴിഞ്ഞ ഒരു ദിവസമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ അച്ചടി മാധ്യമങ്ങളിലുമൊക്കെ ഏറ്റവും കൂടുതൽ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൃദയമുള്ള സർവ മനുഷ്യരെയും വേദനിപ്പിക്കുന്ന ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു വലിയ വിമാന അപകടത്തെ കുറിച്ച്. എന്താണ് ആ വിമാന അപകടവും നമ്മളുമായിട്ടുള്ള ബന്ധം എന്നാരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ എത്തും. വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന് ടേക്ക് ഓഫ് ചെയ്ത് മിനിറ്റുകൾക്കകം അഗ്നിഗോളമായി മാറിയത് നമ്മൾ കാണുകയാണ്. അത്രമാത്രം ഇന്നത്തെ ലോകം പുരോഗതി പ്രാപിച്ചിരിക്കുന്നു എന്നർത്ഥം. 242 യാത്രക്കാർ, ജീവനക്കാർ ഉൾപ്പെടെ അതിനകത്തുള്ളതിൽ ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും മരണപ്പെട്ടു എന്നുള്ളതും നമ്മൾ വായിച്ചു കണ്ടു. ആ ഒരാളിന്റെ തിരിച്ചുവരവ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അത്ഭുതകരമായ ഒരു തിരിച്ചുവരവാണ് എന്ന് പറയാത്ത ഒരൊറ്റ മീഡിയയും ഇല്ല. എല്ലാവരും ആ വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. ശരിയാണ്, അത്ഭുതകരമായ തിരിച്ചുവരവാണ്. ഇത്രയും വലിയ ഒരു അപകടമുണ്ടായിട്ട് തൻ്റെ ഒപ്പമുണ്ടായിരുന്ന ബാക്കി മുഴുവൻ ആളുകൾ മരിക്കുകയും ഒരൊറ്റ ആള് മാത്രം അതിൽ അവശേഷിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായവർ ഓർക്കേണ്ടതും ഉറപ്പിക്കേണ്ടതുമായ ഒരു കാര്യം. അള്ളാഹു നിശ്ചയിച്ച അജല് അവധി എത്താതെ ഒരാളും മരിക്കൂല. വളരെ കൃത്യമാണ് അക്കാര്യം. അദ്ദേഹത്തിന്റെ അജൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന വേറൊരു ദിവസമോ വേറൊരു രൂപത്തിലോ ആയിരിക്കും. ആ സന്ദർഭത്തിൽ അദ്ദേഹം അവിടെ ഉണ്ടാവും. അതേസമയം ഇന്നലെ ആ മരണപ്പെട്ടു പോയവരുടെ കൂട്ടത്തിൽ, ആ അജല് നിശ്ചയിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആ സ്ഥലത്ത് അദ്ദേഹത്തെ അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടെയാണ് വിശ്വാസികൾ വിശ്വസിക്കുന്ന അള്ളാഹു നിശ്ചയിച്ച അജലിനെ കുറിച്ചും അള്ളാഹുവിന്റെ തീരുമാനത്തെ കുറിച്ചും ഖലാഅ് ഖദറിനെ കുറിച്ചൊക്കെയുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ മാറ്റ്, അതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. അത് മാത്രമാണ് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്. ഏതോ ആകട്ടെ, വലിയൊരു ദുരന്തം തന്നെയാണ് ഉണ്ടായത്, സംശയമൊന്നുമില്ല. നമ്മളൊക്കെ വാഹനങ്ങളിൽ, ചെറുവാഹനങ്ങളിലും വലിയ വാഹനങ്ങളിലും അതുപോലെ തന്നെ ഇത്രയും ദീർഘദൂരം പോകുന്ന യാത്രകളിലും ഒക്കെ പങ്കെടുത്തവരുണ്ട് നമ്മിൽ പലരും. മണിക്കൂറുകളോളം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവർ, അതുപോലെ തന്നെ കപ്പലിൽ യാത്ര ചെയ്യുന്നവർ, വാഹനങ്ങളിൽ മറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന സാധാ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ, നമ്മൾ സ്വയം ഓടിക്കുന്ന ടൂ വീലർ മുതൽ അങ്ങോട്ട്, സൈക്കിൾ മുതൽ അങ്ങോട്ട് എല്ലാത്തിലും യാത്ര ചെയ്യുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ ആ യാത്ര എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഓരോരുത്തരും ഉപയോഗിക്കുന്ന മാർഗം വ്യത്യസ്തമായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്നലെ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്കാണ് വിമാനം പറന്നത്. 10 മണിക്കൂറോളം വേണമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഉറപ്പായിട്ടും ആ വിമാനം ഒട്ടും മോശമാകാൻ സാധ്യതയില്ല. അതിൻ്റെ യന്ത്രങ്ങൾ ഡബിൾ യന്ത്രമാണ് എന്നാണ് ബോയിങ് വിമാനത്തെ കുറിച്ച് നമ്മൾ പഠിക്കാറുള്ളത്, മനസ്സിലാക്കാറുള്ളത്. ആ സന്ദർഭത്തിൽ ഒരന്ത്രം പോലും പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് അതിന് എന്താണ്, അന്വേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും കമ്മീഷനുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വരും. അങ്ങനെ ഒരുപാട് വന്നുപോയി നമ്മൾ വായിച്ചു പോയിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും അല്ല പോകുന്നത്, അതിലേക്കൊന്നും പോകാനും ഉദ്ദേശിക്കുന്നില്ല. ഏതായിരുന്നാലും ആ സംഭവത്തിൽ ഇന്ത്യക്കാരും മലയാളി ഉൾപ്പെടെ ഇന്ത്യക്കാരുണ്ട്, UK പൗരന്മാരുണ്ട്, അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുണ്ട്, പോർച്ചുഗൽ പ്രദേശക്കാരുണ്ട്, പിന്നെ ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ളവരുണ്ട്. ഇങ്ങനെ പല നാടുകളിൽ നിന്നുള്ളവർ. അപ്പൊ ആ ഒരു ദാരുണമായ പ്രശ്നം അല്ലെങ്കിൽ ആ സംഭവം ബാധിക്കുന്നത് ഈ ലോകം ഒന്നാകെയാണ് എന്നുകൂടി ഇതിന്റെ ഗൗരവത്തെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളിലേക്കാണ് ഞാൻ ശ്രദ്ധ കൊണ്ടുവരുവാൻ ഉദ്ദേശിക്കുന്നത്. അതിനാണ് ഞാൻ ആ വചനങ്ങൾ ഓതി വെച്ചത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ മരണപ്പെട്ട 241 പേരുണ്ട്, അവർക്ക് കുടുംബങ്ങളുണ്ട്,
അതിൽ നമ്മുടെ മലയാളിയായ ഒരു സഹോദരി ഉണ്ട്. അപ്പൊ ആ നിലയിൽ പലരും ഉണ്ട് അതിനകത്ത്. ആരായിരുന്നാലും ശരി, മനുഷ്യ മക്കളാണ് ഈ കരിഞ്ഞു പോയത് അല്ലെങ്കിൽ തീർന്നു പോയത്. അവരുടെയൊക്കെ കുടുംബങ്ങൾ അങ്ങേയറ്റത്തെ ദുഃഖത്തിലായിരിക്കും. ആ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരേണ്ടതുണ്ട് മനുഷ്യരെന്നുള്ള നിലയിൽ. അങ്ങനെ നമുക്ക് പങ്കുചേരാം. അതോടൊപ്പം തന്നെ പരിക്കേറ്റ് പലരും ഉണ്ട്. വിമാനത്തിലുള്ളവരെല്ലാം വിമാനം ചെന്ന് പതിച്ച കെട്ടിടത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നവരിൽ മരിച്ചവരുണ്ട്, പരിക്കേറ്റവരുണ്ട്. ആ പരിക്കേറ്റ് പ്രയാസം അനുഭവിക്കുന്നവർക്ക് എത്രയും വേഗം ശമനം ലഭിക്കാനുള്ള പ്രാർത്ഥനയും നമ്മളിൽ നിന്നുണ്ടാകണം. ഒപ്പം ഇങ്ങനെയുള്ള ദാരുണമായ ദുരന്തങ്ങളിൽ ചെന്നുപെടുന്നതിൽ നിന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നമ്മളൊക്കെ പ്രാർത്ഥിക്കുകയും വേണം. പ്രാർത്ഥനയാണ് നമ്മളുടെ ഏറ്റവും വലിയ ആയുധം, നമ്മളുടെ കഴിവൊന്നുമല്ല. അത് നാം തിരിച്ചറിയണം. നാം തിരിച്ചറിഞ്ഞേ പറ്റൂ. അത് ആ തിരിച്ചറിവിന്റെ പോരായ്മ പലപ്പോഴും അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനെ സംബന്ധിച്ചോ അവനിൽ തവക്കുൽ ചെയ്യുന്നതിനെ സംബന്ധിച്ചോ ഒന്നുമുള്ള ധാരണയും കാഴ്ചപ്പാടും ഇല്ലാതെ എന്തോ ഒക്കെയാണ് എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് പലപ്പോഴും ചെന്ന് പതിക്കുക. വിശ്വാസികൾ അങ്ങനെ ആയിക്കൂടാ. അതുമല്ല, നമ്മൾ അപകടങ്ങൾ തന്നെയാ കേൾക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഈ കടൽ തീരങ്ങളിൽ 2 വലിയ അപകടങ്ങൾ നമ്മളിപ്പോ കണ്ടു കേട്ടു. അതിന്റെ ചർച്ചയും കേസും പ്രശ്നവും ഒക്കെ നടക്കുകയാണ്. ഇതൊക്കെ ഒരുപാട് ചിന്തിപ്പിക്കേണ്ട കാര്യങ്ങളുണ്ട്. കണ്ടെയ്നറുകൾ കൊണ്ടുപോയ കപ്പലായിരുന്നാലും ശരി, അത് കത്തിയതായിരുന്നാലും മുങ്ങി താന്നൊഴുകിപ്പോയതായി എന്തായിരുന്നാലും ശരി, ഇങ്ങനെ സംഭവങ്ങൾ. അതുപോലെ റോഡിലൂടെ സഞ്ചരിച്ചാൽ ഉണ്ടാകാവുന്ന അപകടങ്ങൾ, നമ്മളൊക്കെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിണ്ടു കീറുന്ന റോഡ്, തകർന്നു വീഴുന്ന റോഡ്, അതിൻ്റെ അടിയിൽ വാഹനം പെട്ടുപോകുന്നത്, നമ്മൾ പോകുമ്പോൾ തന്നെ ആക്സിഡന്റ് ഉണ്ടാകുന്നത്, ഇതൊക്കെ സ്വാഭാവികമാണ്. ഇത് നമ്മുടെ ജീവിതയാത്രയുടെ ഒരു ഭാഗമാണ്. ഇതൊക്കെ യാത്ര ഒരു ഭാഗമാണ്. ചിലപ്പോൾ അപകടവും അതിൻ്റെ ഒപ്പം ഉണ്ടാകാം. ഇതൊന്നും നിഷേധിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ ചെറുതായിരിക്കും, ചിലപ്പോൾ ഗുരുതരമായിരിക്കും, ചിലപ്പോൾ വലിയ നമ്മളുടെ കണക്കിലൊന്നും പെടാത്ത നിലയിലുള്ളതായിരിക്കും. ഏതായിരുന്നാലും ശരി, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, നമുക്ക് ഈ ദുന്യാവ് ശാശ്വതമല്ല എന്നുള്ള ഒരു വലിയ പോയിന്റ്. ശാശ്വതമേ അല്ല ഈ ലോകം. അപ്പൊ ആ വിമാനത്തിൽ സഞ്ചരിച്ചിരുന്നവരുടെ പ്രതീക്ഷകളും അവരുടെ ആഗ്രഹങ്ങളും എന്തൊക്കെയായിരുന്നു എന്ന് കുറച്ചെങ്കിലുമൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പ്രതീക്ഷകളോടും ആഗ്രഹങ്ങളോടും കൂടി ആയിരിക്കും അതിൽ കയറിയത്. ആ കയറിയവരുടെ പ്രതീക്ഷകളെല്ലാം കരിഞ്ഞുപോയി. അവരുടെ മുമ്പിൽ ഇനി ഒന്നുമില്ല, ശൂന്യമാണ്. അതാണല്ലോ അവസ്ഥ. അപ്പൊ ഈ ഒരു ചിന്ത എപ്പോഴും വേണം. ഞാൻ എവിടെ പോയാലും എൻ്റെ മടക്കം എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്കറിയില്ല, അതെന്റെ അധീനതയിൽപ്പെട്ടതല്ല. ആ ബോധമുണ്ടെങ്കിൽ നമ്മൾ എത്രയോ വിനയാന്വിതരാകും, എത്രയോ താഴ്മ പ്രകടിപ്പിക്കുന്നവരായി മാറും. ഈ ഒരു ബോധവും ചിന്തയും നമ്മുടെ മനസ്സിലില്ലാതെ വരുമ്പോൾ നമ്മൾ കിബറിന്റെ ആൾക്കാരായി മാറും, അഹങ്കാരികളായി മാറും. അതാണ് പലപ്പോഴും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ സൂറത്ത് ലുഖ്മാനിലെ അവസാനത്തെ ഒരു വചനത്തിൽ 2 കാര്യം എടുത്തു പറയുന്നുണ്ട്. ഒരു ശരീരം നാളെ എന്ത് ചെയ്യും എന്നതിനറിയില്ല. അലാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ. ഇന്നലെ ആ പോയവർ മുഴുവനും നാളെ എന്തെല്ലാം പ്രതീക്ഷകളും കാര്യങ്ങളുമായിട്ടായിരിക്കും അവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം ചെയ്യേണ്ടത് എന്ന് പ്ലാൻ ചെയ്തുകൊണ്ടായിരിക്കും പോയത്. അങ്ങനെ പ്ലാൻ ചെയ്ത് അതിൽ കയറിയിട്ട് തിരിച്ചു വന്ന് ഇവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടായിരിക്കും പോയത്. ഒക്കെ പോയി, എല്ലാം പോയി. നാളെ എന്ത് ചെയ്യും നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. ഈ നാളെ എന്ന് പറയുമ്പോൾ ഒതൻ എന്ന വാക്കിന് നാളെ എന്ന അർത്ഥം പറയുമ്പോൾ നമ്മൾ നാളെ അടുത്ത ദിവസം എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുക. എന്ന് വെച്ചാൽ തുടർന്ന് ഇപ്പൊ ഈ അവസ്ഥ കഴിഞ്ഞു വരുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തിനെ കുറിച്ച് നമ്മൾ മൊത്തത്തിൽ ചിന്തിക്കണം. പ്രയോഗം ഒതൻ എന്ന് പറഞ്ഞാൽ നാളെ എന്ന് തന്നെ അർത്ഥം, ടുമോറോ എന്ന് തന്നെയാണ് ഒതന്റെ അർത്ഥം. പക്ഷേ ഈ നിമിഷം കഴിഞ്ഞ് അടുത്ത നിമിഷം ഞാൻ എന്ത് എന്നുള്ള ഒരു ചിന്ത. അതുപോലെ വലാ തദ്രി നഫ്സുൻ ബി അയ്യി അർദിൻ തമൂത്ത്, ഏത് നാട്ടിൽ വെച്ച് മരിക്കും എന്നും അറിയില്ല. മലയാളി ഇവിടെ നിന്ന് അവിടെ പോയി, അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ച് മരിച്ചത് അവിടെ വെച്ച്. അതിലുണ്ടായിരുന്നവൾ ആര് രക്ഷപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നതിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ചിന്തയിലേക്ക് വന്ന് വന്നത്. രണ്ടാമതായി നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എത്ര ഗവേഷണങ്ങൾ നടത്തിയാലും, എത്ര കണ്ടുപിടുത്തങ്ങൾ നടത്തിയാലും, എത്ര പുരോഗതിയുടെ പുരപ്പുറത്താണ് നമ്മൾ എന്ന അഭിമാനം കൊണ്ടാലും നമ്മൾ മനുഷ്യരാണ്. മനുഷ്യൻ എന്നുള്ള ദൗർബല്യത്തിന്റെ മുമ്പിൽ
നമുക്ക് നിന്നു കൊടുക്കാതെ പറ്റില്ല. ഈ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വിമാനം പുറപ്പെടുന്നതിന് മുമ്പ് എന്തെല്ലാം പരിശോധനകൾ കഴിഞ്ഞിട്ടായിരിക്കും ആ വിമാനം പറക്കാൻ അനുവാദം കൊടുക്കുക. ഇതെല്ലാം കഴിഞ്ഞു പോയതല്ലേ. സെക്കൻഡ് ടേക്ക് ഓഫ് ചെയ്ത് സെക്കൻഡ് കഴിഞ്ഞതോടുകൂടി മെയിൻ സ്ഥലവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഒന്നും ഉണ്ടായില്ല. എന്താ സംഭവിച്ചത്? അല്ലാഹുവേല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മുടെ കയ്യിലല്ല ഒന്നും. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ വിശ്വാസി സമൂഹമാണല്ലോ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ചില ഇതുണ്ട്. അത് മുമ്പേ വന്നുകൊണ്ടിരിക്കുന്ന, അതിപ്പോ ഒന്നും കൂടി ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ഏതോ ഒരു മനുഷ്യനാണത്രേ പ്ലെയിൻ നിയന്ത്രിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലുള്ള മരിച്ചുപോയ നിയന്ത്രിക്കുന്ന മൂപ്പരാണത്രേ. മൂപ്പര് ഉറങ്ങുകയോ മൂപ്പരുടെ ശ്രദ്ധ വിടുകയോ ചെയ്താൽ പ്ലെയിൻ അപകടം ഉണ്ടാകും. പ്രചരിപ്പിക്കുന്ന കാര്യ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ, ഇതിനകത്ത് ഇരിപ്പുണ്ട്, വേണം കേൾപ്പിച്ചരങ്ങൾ. ഇതാണ് അവസ്ഥ. ഇങ്ങനെ പറയുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. അത് കേൾക്കാനും അല്ലാഹു അക്ബർ പറയാനും ഒട്ടും തൗഹീദിന്റെ ഒരു അംശം പോലും മനസ്സിൽ കയറാത്ത കുറെ മനുഷ്യർ ഇപ്പൊ ഏതാ ഓടിച്ചോണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ എന്തോരം ചിന്തിക്കാനും പഠിക്കാനും കിടക്കുന്ന കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ. അപ്പൊ അതിനു മുമ്പ് മൂപ്പര് ജനിച്ച് ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ പ്ലെയിനൊന്നും ഓടിയിട്ടില്ലേ? സഞ്ചരിച്ചിട്ടില്ലേ? അപകടം ഉണ്ടായിട്ടില്ലേ? ഉണ്ടാകാതിരുന്നിട്ടില്ലേ? ഇതൊന്നും ചിന്തിക്കൂല. കാരണം അന്ധവിശ്വാസത്തിന്റെ അടിയിലേക്ക് പോകുന്നവന്റെ ബുദ്ധി പ്രവർത്തിക്കൂല. അതാണ് പ്രശ്നം. അത് പൂർണ്ണമായും അന്ധതയിലേക്ക് അങ്ങോട്ട് പോവുള്ളൂ. ഞാൻ അത്രേ പറയുന്നുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പറയേണ്ട ആ വിഷയം. അപ്പൊ ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ ആ രംഗത്ത് കാണുന്നു. ഇപ്പൊ മനുഷ്യന്റെ ദൗർബല്യം എന്ന് അതും മനുഷ്യനാണ് കേട്ടോ. മനുഷ്യന്റെ ദൗർബല്യം എന്ന് പറയും. ഇപ്പൊ ഈ സംഭവം ഉണ്ടായതിന് ശേഷം 2 പൈലറ്റുമാരെ കുറിച്ച് ഒരു എതിരഭിപ്രായവും പറയാനില്ല എന്ന് അതിൽ സ്മാർട്ടായ, അതിൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ അറിയാവുന്ന ആളുകൾ എഴുതുകയും പറയുകയും ചെയ്തു. അത്ര നല്ല പൈലറ്റുമാരാണ്. എന്നിട്ട് എന്തേ സംഭവിച്ചു? അപ്പൊ ആ പൈലറ്റിന്റെ കയ്യിലുമല്ല, ബസ് ഓടിക്കുന്ന ഡ്രൈവറുടെ കയ്യിലല്ല, സ്വന്തം 2 വീലർ ഓടിക്കുന്ന നമ്മുടെ കയ്യിലല്ല, കാർ ഓടിക്കുന്ന നമ്മുടെ കയ്യിലല്ല. അള്ളാഹ് എന്ത് നിശ്ചയിച്ചോ അത് സംഭവിച്ചിരിക്കും. അപ്പൊ ഈ രംഗത്ത് ഇങ്ങനെയുള്ള മനുഷ്യന്റെ ദൗർബല്യത്തെക്കുറിച്ച്, അവൻ എത്ര വലിയവനായിരുന്നാലും ശരി, അവന്റെ ദൗർബല്യത്തെക്കുറിച്ച് അവനൊരു ബോധം വേണം. ഇങ്ങനെ പല കാര്യങ്ങളും അതിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് വാഹനങ്ങൾ പണ്ട് മുതലേ, മനുഷ്യാരംഭകാലം മുതൽക്ക് തന്നെ മൃഗങ്ങളെ മെരുക്കിയെടുത്ത് വാഹനങ്ങളായി ഉപയോഗിച്ച്, മൃഗങ്ങളെ കൂട്ടിക്കെട്ടിയിട്ട് വണ്ടികളുണ്ടാക്കി അതിലൂടെ സഞ്ചരിച്ച്, ഇങ്ങനെ അതിനുശേഷം പുതിയ സമ്പ്രദായങ്ങൾ കണ്ടെത്തി അങ്ങനെ വാഹനങ്ങൾ ഉണ്ടായി, പല വാഹനങ്ങളായി. വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്ന വാഹനം കപ്പലാണ്. നിങ്ങൾ നോക്കിക്കോ, കപ്പലിനെ കുറിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പൗരാണികത നമുക്ക് മനസ്സിലാവും. എത്രത്തോളം ഉണ്ട് എന്ന് അതിന്റെ പൗരാണികത നമ്മൾ മനസ്സിലാക്കും. പിന്നെ മൃഗങ്ങളെ കുറിച്ചാണ് കാര്യമായി പറയുന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഒരു വലിയ മഹത്തായ അനുഗ്രഹമാണ് വാഹനം, അതിൽ യാത്ര ചെയ്യുക എന്നുള്ളത്. വാഹനങ്ങൾ ഉണ്ടാക്കി അതിൽ യാത്ര ചെയ്യുന്ന ഒരേ ഒരു ജീവി മനുഷ്യനേ ഉള്ളൂ. നമ്മൾ ചിന്തിക്കണോ അത്? വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായേൽ മനുഷ്യന് നൽകിയ മഹത്വത്തെ കുറിച്ച് പറയുന്ന വചനമുണ്ട്. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യനെ നാം ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരെ നാം കരയിലും കടലിലും വാഹനത്തിൽ കയറ്റി എന്നാ പറഞ്ഞത്. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, അപ്പൊ എല്ലാം പെടുകയാണ് അതിൽ. അപ്പൊ ആ നിലയിൽ അല്ലാഹു നൽകിയ മഹത്വമാണ് വാഹനവും അതിലെ യാത്രയൊക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അത് ഓർമ്മ വേണമെന്നാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ഇങ്ങനെയുള്ള സൗകര്യങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയും അതിന് നന്ദിയുള്ളവരായി മാറണമെന്നും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കണമെന്നുമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന വചനങ്ങളിൽ പെട്ടതാണ് സൂറത്തുൽ സുഖ്റുഫിലെ 3 വചനങ്ങൾ ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചു. ഒന്ന് അതിന്റെ അർത്ഥം പറയാം. വല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, എല്ലാ ഇണകളെയും സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. എല്ലാറ്റിനെയും ഇണകളായി സൃഷ്ടിച്ചു. എല്ലാ ഇണകളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. വജഅല ലക്കും മിനൽ ഫുൽക്കി വൽ അൻആമി മാ തർക്കബൂൻ, കപ്പലുകളിൽ നിന്നും
കാലികളിൽ നിന്നും നിങ്ങൾക്ക് യാത്ര ചെയ്യാവുന്നവയെ ഏർപ്പെടുത്തി തരികയും ചെയ്തു അള്ളാഹു. ഖുർആനാണ് കേട്ടോ ഇത് പറയുന്നത്. എന്തിനാണത്? ലിതസ്തവൂ അലാ ളുഹൂരിഹി, ഈ വാഹനങ്ങളുടെ മുതുകത്ത് അല്ലെങ്കിൽ അതിന്റെ പുറത്ത് നിങ്ങൾ ഇരിപ്പുറപ്പിക്കാൻ വേണ്ടി. സുമ്മ തദ്കുറൂ നിഅമത റബ്ബിക്കും, എന്നിട്ട് നിങ്ങളുടെ റബ്ബിന്റെ അനുഗ്രഹത്തെ കുറിച്ച് ഓർക്കാനും. ഇവിടെയാണ് നമ്മൾ നിൽക്കേണ്ട ഒരു നിപ്പ്, ചിന്തിക്കേണ്ട ഒരു കാര്യം. നിങ്ങളുടെ റബ്ബിന്റെ അനുഗ്രഹമാണിത്. സ്കൂട്ടറായിരുന്നാലും സൈക്കിളായിരുന്നാലും ഒരു കുതിരപ്പുറത്തായിരുന്നാലും ഒട്ടകപ്പുറത്തായിരുന്നാലും വിമാനത്തിലായിരുന്നാലും ഏതിലായിരുന്നാലും ശരി, ഇത് നിങ്ങളുടെ റബ്ബിന്റെ അനുഗ്രഹമാണ് എന്ന് നിങ്ങൾ ഓർക്കണമെന്ന് നമ്മളോട് പറയണം. അതുപോലെ പിന്നെ പറഞ്ഞു ഇദസ്തവൈതും അലൈഹി, അതിന്റെ മോൾ കയറി ഇരിപ്പുറപ്പിച്ചു കഴിഞ്ഞാൽ എന്റേതാണ് എന്നുള്ളതല്ല, എൻ്റെ റബ്ബ് എനിക്ക് കനിഞ്ഞു നൽകിയ അനുഗ്രഹമാണ്. അത് എത്ര വിലപിടിപ്പുള്ള ലക്ഷങ്ങളുടെ കാറുകളായിരുന്നാലും കോടികളുടെ കാറുകളായി ഏതായിരുന്നാലും ശരി, ഏത് വിലയുള്ളതായിരുന്നാലും ഏത് വില കുറഞ്ഞതായിരുന്നാലും ശരി, ഇത് നിങ്ങളുടെ റബ്ബിന്റെ അനുഗ്രഹമാണ് എന്ന് ഓർക്കണം. ഒന്നതാ പറഞ്ഞു. പിന്നെന്താ? വതഖൂലു, നിങ്ങൾ പറയണം, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇത് കാണാപ്പാടം അറിഞ്ഞുകൂടാത്ത ആരും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ. ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, ഇതിനെ ഞങ്ങൾക്ക് അധീനപ്പെടുത്തി തന്ന അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. വമാ കുന്നാ ലഹു മുഖ്രിനീൻ, ഞങ്ങൾക്കിതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനൊന്നും കഴിയില്ല. ഞങ്ങളുടെ ചൊൽപ്പടിയിലല്ല ഇത്. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, ഞങ്ങൾ മടങ്ങിയെത്തുന്നത് അള്ളാഹുവിലേക്കാണ്. ഒരുപാട് ചിന്തകളാണ്, ആലോചനകളാണ് ഇതിൽ നൽകുന്നത്. കയറിപ്പോയാൽ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല, അങ്ങോട്ടേ പോവുള്ളൂ. ഇതല്ലേ ഇന്നലെ കണ്ടത്? ഇതല്ലേ പല ആക്സിഡന്റുകളിൽ നമ്മൾ കേൾക്കുന്നത്? വീട്ടിൽ നിന്ന് വളരെ സന്തോഷത്തോടെ എല്ലാവരോടും യാത്ര പറഞ്ഞൊക്കെ ഇറങ്ങിപ്പോയി, അടുത്ത വരവിന് കാണാം എന്ന് പറഞ്ഞ് അങ്ങനെ ആ രൂപത്തിൽ ഇറങ്ങിപ്പോയിട്ട് പിന്നെ ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് കിട്ടിയാൽ എന്ന് അടിവരയിടിയാൻ, കിട്ടിയാൽ ജനാസയായിരിക്കും വരിക. അപ്പൊ വീട്ടിലേക്കല്ല വരുന്നത്, അള്ളാന്റെ അടുക്കലേക്കാണ്. ഇതുപോലും ഓർക്കണം വാഹനത്തിൽ കയറി യാത്ര ചെയ്യുമ്പോൾ എന്ന് പഠിപ്പിച്ചത് എന്തിനാ? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് നിങ്ങൾ പറയണം. ഒരു കാര്യം കൂടി എനിക്കിവിടെ ഉണർത്താനുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് തസ്ബീഹുകളും പ്രാർത്ഥനകളും ഒക്കെ നമുക്ക് കാണാം. പക്ഷേ വാഹനത്തിൽ കയറി ഇരുന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയണം എന്ന് അള്ളാഹു പറഞ്ഞ ഒരേ ഒരു വചനം ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ തീരെ ശ്രദ്ധിക്കാത്തത് അത് തന്നെയാണ്. വേറെ എത്രയോ പ്രാർത്ഥനകളുണ്ട്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങൾ വാഹനത്തിൽ കയറി ഇരുന്ന് നിങ്ങളുടെ റബ്ബിന്റെ അനുഗ്രഹമാണ് ഇത് എന്ന് ഓർത്ത് മനസ്സിലാക്കി നിങ്ങൾ ഇത് പറയണം. വതഖൂലു, നിങ്ങൾ പറയണം. എന്തു പറയണം? അള്ളാഹു നേരിട്ട് വാഹനത്തിൽ കയറി ഇരുന്നിട്ട് എന്ത് പറയണമെന്ന് പഠിപ്പിച്ച പിന്നെ ഒരു തസ്ബീഹാണ്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് പറഞ്ഞു. അതാണ് ഈ വചനങ്ങളുടെ പ്രസക്തി എന്ന് ഞാൻ സൂചിപ്പിച്ചത്. അതുപോലെ അള്ളാഹു പല സ്ഥലങ്ങളിലും സൂറത്ത് യാസീനിൽ അള്ളാഹു പറയുന്നുണ്ട്, അവലം യറവ് അന്നാ ഖലഖ്നാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമൻ ഫഹും ലഹാ മാലികൂൻ. അവർ കണ്ടില്ലേ എന്നാ ചോദിക്കുന്നത്. എന്ത്? അന്നാ ഖലഖ്നാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമൻ, നമ്മൾ നമ്മുടെ കരങ്ങൾ കൊണ്ട് പ്രവർത്തിച്ച് സൃഷ്ടിച്ചുണ്ടാക്കിയ മൃഗങ്ങളെ നാം സൃഷ്ടിച്ചത് അവർ കണ്ടില്ലേ? എന്തിനാണ് ആ മൃഗങ്ങൾ? ഫഹും ലഹാ മാലികൂൻ. ഇപ്പൊ ഈ മനുഷ്യർ അതിന്റെ ഉടമകളാണ്, മൃഗങ്ങളുടെ ഉടമകളാണ്. സൃഷ്ടിച്ചതാരാ? ഞാൻ തന്നെയാണ്. അള്ളാഹു എത്ര ആധികാരികമായി പറയുന്നു. എന്നിട്ട് പറയാണ് വദല്ലൽനാഹാ ലഹും ഫമിൻഹാ റകൂബുഹും വമിൻഹാ യഅ്കുലൂൻ. അതിൽ നിന്ന് അതിനെ നാം അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു. വദല്ലൽനാഹാ ലഹും, ആ മൃഗങ്ങളെ അവർക്ക് അധീനപ്പെടുത്തി കൊടുത്തു, കീഴ്പ്പെടുത്തി കൊടുത്തു. ആനയായിരുന്നാലും കുതിരയായിരുന്നാലും ഒട്ടകമായിരുന്നാലും കഴുത ഏതായിരുന്നാലും ശരി, അതിന്റെ പുറത്ത് യാത്ര ചെയ്യാൻ പാകപ്പെട്ട രൂപത്തിൽ അള്ളാഹു അതിന് മനുഷ്യർക്ക് ഇണക്കമുണ്ടാക്കി കൊടുത്തു, കീഴ്പ്പെടുത്തി കൊടുത്തു. അതിലാണ് അവരുടെ യാത്ര. വമിൻഹാ യഅ്കുലൂൻ, അതിൽ നിന്ന് അവർ തിന്നുകയും ചെയ്യുന്ന.
ഭക്ഷണമായിട്ട് മൃഗങ്ങളെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു വലഹും ഫീഹ മനാഫിഉ വ മശാരിബു. സൂറത്ത് യാസീൻ അറിഞ്ഞുകൂടാത്ത ആരും ഉണ്ടാവില്ലല്ലോ. വലഹും അവർക്കുണ്ട് ഫീഹ ആ മൃഗങ്ങളിൽ മനാഫിഉ ഒരുപാട് ഉപകാരങ്ങളുണ്ട്, എണ്ണി തീരൂല അവറ്റകളെ കൊണ്ടുള്ള ഉപകാരം. വ മശാരിബു പാനീയങ്ങളുമുണ്ട്, പാലിനെ കുറിച്ചാ പറയുന്നത്. ഇതൊക്കെ മനുഷ്യൻ അള്ളാഹു ചെയ്തു കൊടുത്തിട്ട് അള്ളാഹു ചോദിക്കുകയാണ് അഫലാ യശ്കുറൂൻ, നന്ദിയില്ല നിങ്ങൾക്കൊന്നിനും. അഫലാ യശ്കുറൂൻ, എന്തേ അവര് നന്ദി കാണിക്കാത്തത്? അപ്പൊ ഇവിടെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെ എത്തി നിൽക്കണമെന്ന് നമ്മളെ കൊണ്ടുപോയി കൂട്ടുന്നത്. അതുപോലെ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ല്, അതിലെ 5, 6, 7 വചനങ്ങൾ. വൽ അൻആമ ഖലഖഹാ ലക്കും ഫീഹാ ദിഫ്ഉൻ വമനാഫിഉ വമിൻഹാ തഅകുലൂൻ. മൃഗങ്ങളെ നിങ്ങൾക്ക് വേണ്ടി അവൻ സൃഷ്ടിച്ചു, നമുക്ക് വേണ്ടി മൃഗങ്ങളെ സൃഷ്ടിച്ചു, അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. ലക്കും ഫീഹാ ദിഫ്ഉൻ, അതിൽ നിങ്ങൾക്ക് ചൂട് ഏൽക്കാവുന്ന നിലയിലുള്ള സാധനം അള്ളാഹു അവയിൽ എന്താണ് സംവിധാനിച്ചു. അതെന്താ? കമ്പിളി, അതിന്റെ രോമം കൊണ്ട് കമ്പിളി ഉണ്ടാക്കുക, തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുക. എത്ര കൃത്യം! എന്നിട്ട് പറഞ്ഞു മനാഫിഉ, മറ്റു പല ഉപകാരങ്ങളും. വമിൻഹാ തഅകുലൂൻ, അതിൽ നിങ്ങൾ തിന്നുകയും ചെയ്യുന്നു. വലക്കും ഫീഹാ ജമാലുൻ ഹീന തുരീഹൂന വഹീന തസ്റഹൂൻ, നിങ്ങൾക്കതിൽ നല്ല കൺകുളിർമയുണ്ട്, നല്ല ഭംഗിയുണ്ട്. എപ്പോഴൊക്കെ ഈ മൃഗങ്ങളെ രാവിലെ മേയാൻ വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴും കൂട്ടമായി കൊണ്ടുപോകുമ്പോഴും വൈകുന്നേരം ആലയിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോഴും ഒക്കെ കാണുമ്പോൾ ഒരു കൗതുകമുണ്ടതിലെന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. നമുക്ക് ചിലപ്പോൾ ഈ ടൗണിൽ ഇരിക്കുന്ന ആൾക്കാരോട് പറഞ്ഞാൽ അതൊന്നും മനസ്സിലാവില്ല, ഒന്നിനെ തന്നെ നോക്കാൻ നമുക്ക് പറ്റൂല. ഇത് ഏറെക്കുറെ ഉള്ളതിനെ കുറിച്ച് അങ്ങനെ മൃഗങ്ങളെ സംവിധാനിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു വതഹ്മിലു അസ്കാലക്കും ഇലാ ബലദിൻ ലം തകൂനു ബാലിഗീഹി ഇല്ലാ ബിശിഖിൽ അൻഫുസ്, ഒരുപാട് ക്ലേശം അനുഭവിക്കാതെ എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നിങ്ങളുടെ ലഗേജുകൾ, നിങ്ങളുടെ ഭാണ്ഡങ്ങൾ, നിങ്ങളുടെ ഭാരങ്ങൾ അവറ്റകൾ വഹിച്ചു കൊണ്ടുപോകുന്നു. ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഗുഡ്സ് ട്രെയിൻ ഉണ്ട്, ഗുഡ്സ് ലോറി ഉണ്ട്, വലിയ ലോറി ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. പിന്നെ അങ്ങനെ കൊണ്ടുപോകുന്ന ചെറിയ ഓട്ടോ, ഇങ്ങനെ പലതും ഉണ്ട് എന്ന് നമ്മൾ അങ്ങോട്ട് പറയും. പക്ഷെ ഇപ്പോഴും മൃഗങ്ങളുടെ പുറത്ത് കെട്ടിവെച്ചുകൊണ്ട് പോകുന്നത് എത്രയോ ഗ്രാമങ്ങളിൽ, നമ്മുടെ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. കാളവണ്ടിയും അതുപോലെ തന്നെ പിന്നെ കഴുതയുടെ പുറത്തും ഒക്കെ കൊണ്ടുപോകുന്നത്. വിദേശത്ത് നമ്മൾ ഈജിപ്തിലൊക്കെ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും, കഴുതപ്പുറത്താണ് ഏറ്റവും കൂടുതൽ കൃഷി സാധനങ്ങൾ ഇങ്ങനെ വെച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെ വേറെ സൗകര്യം ഇല്ലാഞ്ഞിട്ടല്ല, കാരണം അതങ്ങനെയാണ്. അള്ളാഹു ആ രൂപത്തിൽ സംവിധാനിച്ച ഒരു സംവിധാനമാണ്. നമ്മൾ എന്ത് കണ്ടുപിടിച്ചാലും അതിനെ ഒഴിവാക്കാതെ പറ്റില്ല എന്നുള്ള കാര്യമാണ് ആ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു ഇന്നബിക്കും ഇന്ന റബ്ബക്കും ലറഊഫുർ റഹീം, ഇതൊക്കെ എന്തിനാ നിങ്ങളുടെ റബ്ബ് ചെയ്തതെന്നത് നിങ്ങളോടുള്ള ദയയാണ്, നിങ്ങളോടുള്ള കാരുണ്യമാണ്. ഒന്നും തരാതിരുന്ന കഴിഞ്ഞല്ലോ. പക്ഷെ അതല്ല, അള്ളാഹു ദയയുള്ളവനാണ്, കരുണയുള്ളവനാണ്. പിന്നെ പറഞ്ഞു വൽ ഖൈല, കുതിര, വൽ ബിഗാല, കോവർ കഴുത, വൽ ഹമീറ, കഴുതകൾ, ഇതിനെ ഒക്കെ സൃഷ്ടിച്ചു. എന്തിന്? ലിതർക്കബൂഹ, അതിന്റെ പുറത്ത് നിങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടി. വസീന, അലങ്കാരമായിട്ടും ഭംഗിയായിട്ടും. അപ്പൊ ഇതൊക്കെ മൃഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അത്യാധുനിക ആധുനിക പിന്നെ വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെ കുറിച്ചുണ്ടോ ഖുർആനിൽ വല്ലതും കേട്ടോ? വയഖ്ലുഖു മാ ലാ യഅലമൂൻ മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് അള്ളാഹു പിന്നെ സൃഷ്ടിക്കുകയും ചെയ്യും. പോരെ, ഇനി ഇപ്പൊ ഇതുവരെ കണ്ടുപിടിച്ച വാഹനങ്ങൾ മുഴുവൻ, ഇനി ഇതിനപ്പുറം കണ്ടുപിടിക്കാൻ ഇരിക്കുന്ന വാഹനങ്ങൾ മുഴുവൻ, വേഗതയിലും സൗന്ദര്യത്തിലും കാഴ്ചയിലും ഒക്കെ ഒന്നൊന്നിനേക്കാൾ മെച്ചപ്പെട്ടു വരുന്ന വാഹനങ്ങൾ, ഇതൊക്കെ മനുഷ്യനുണ്ടാക്കാവുന്ന എല്ലാ സംവിധാനങ്ങളും അള്ളാഹു നൽകും. അവൻ അതിൻ്റെ ഏർപ്പാട് ചെയ്യും. വയഖ്ലുഖു മാ ലാ തഅലമൂൻ, അതൊക്കെയാണ് ഇപ്പൊ നമ്മള് ചെറിയ സൈക്കിൾ മുതൽ ഇപ്പോൾ ബോയിങ് വിമാനം നമ്മൾ പറഞ്ഞില്ലേ, അതുവരെ എല്ലാം അത് തന്നെയാണ്. അപ്പുറം ഏതുണ്ടെങ്കിൽ അതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്നുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ ഓർക്കണം, അവനോട് അടുക്കണം, അവനിൽ തവക്കുൽ ചെയ്യണം. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ പ്രാർത്ഥനാ നിരതമാകണം നിങ്ങളുടെ മനസ്സ്, നിങ്ങൾ വിനയാന്വിതരാകണം. ഇതൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഒരു യാത്ര,
പുറപ്പെടുമ്പോൾ ഒരു വിശ്വാസിയായ മനുഷ്യൻ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുന്നു. ദീർഘയാത്രയാകട്ടെ, ചെറിയ യാത്രയാകട്ടെ, വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുന്നതാകട്ടെ, സ്കൂളിൽ പോകുന്നതാകട്ടെ, ഓഫീസിൽ ഏതാകട്ടെ, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവനിൽ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു പോക്കല്ലാതെ ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകരുത്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത്രയേ ഉള്ളൂ. അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ഇതാ പുറപ്പെടുന്നു, അള്ളാഹുവിൽ ഞാൻ തവക്കുൽ ചെയ്തു. ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് എനിക്കറിയില്ല, ഞാൻ അങ്ങോട്ട് പോയാൽ അവിടെ എന്തറിയില്ല, ഞാൻ പോണ വഴിയിൽ എന്തെല്ലാം അറിയില്ല, ഇതൊന്നും എനിക്കറിയില്ല. അതൊക്കെ അറിയുന്നവൻ അള്ളയാണ്. ആ അള്ളാഹുവിൽ ഞാൻ ഇതാ ഏൽപ്പിക്കുന്നു. പിന്നെ പറയാണ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിനെ ശക്തിയും കഴിവുമുള്ളൂ. എത്ര വിനയാന്വിതനായിട്ടാണ് ആ ഇറക്കം. ആ ഇറങ്ങുന്നവനെ അള്ളാഹു കൈവിടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതുപോലെ ഹദീസിന്റെ അവസാനം നമുക്ക് കാണാൻ കഴിയും, കൃത്യമായി പറയുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞ ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അശരീരി ഉണ്ടാകുമെന്നാണ് ആകാശ ലോകത്ത് നിന്ന്. ചിലപ്പോൾ നമ്മൾ കേട്ടെന്ന് വരില്ല, അതുകൊണ്ട് ഇല്ലാന്ന് ആരും തീരുമാനിക്കണ്ട. എന്താ പറയുന്നത് അറിയോ? ഹുദീത്ത, നിനക്ക് മാർഗദർശനം നൽകപ്പെട്ടിരിക്കുന്നു. വഖുഫീത, നീ സ്വയം പര്യാപ്തനായിരിക്കുന്നു. വവുഖീത, നീ സുരക്ഷിതനായിരിക്കുന്നു. നമ്മൾ പറയുന്ന ഇത്രയേ ഉള്ളൂ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് പറയണോ പറയണ്ടേ? ഇറങ്ങുമ്പോൾ ആലോചിച്ച് നോക്കും, ഏത് യാത്രയായിരുന്നാലും. അതാണ് ഒന്ന് പഠിപ്പിച്ചു തന്നത്. പിന്നെ പറഞ്ഞു, എവിടെ പോയാലും നമ്മളുടെ കൂടെ വരുന്ന ഒരു കൂട്ടുകാരനുണ്ട്, പിശാച്. ഇത് ഇറങ്ങുന്നവന്റെ അടുക്ക പിശാചിന് ഒരു സ്വാധീനവും ഉണ്ടാവുക തന്നെ. ഇത് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നവന്റെ പിന്നാലെ കൂടിയ പിശാച് വിട്ടുപോയി കളയുന്ന. എപ്പോഴും ഉണ്ടല്ലോ കൂടെ, നമ്മുടെ മൗത്ത് പോലെ, മരണം പോലെയാണ് ഈ സാധനം നമ്മളുടെ കൂടെ ഉള്ളത്. എന്തും ചെയ്യിക്കാൻ ഒരു മടിയുമില്ലാത്ത നിലയിൽ. അപ്പൊ ഇതിന്റെയൊക്കെ ആ ഗുണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ നേരത്തെ പറഞ്ഞുവല്ലോ, വാഹനത്തിൽ കയറി ഇരുന്നാലുള്ളത് അള്ളാഹു തന്നെ പഠിപ്പിച്ചു തന്നതിനെ കുറിച്ച് പറഞ്ഞു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ നോക്കുക നമ്മൾ. പ്രവാചകൻ തന്റെ ഒട്ടകപ്പുറത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ 3 പ്രാവശ്യം അള്ളാഹു അക്ബർ എന്ന് പറയും. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. ഇങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നേരത്തെ പറഞ്ഞ അള്ളാഹു പഠിപ്പിച്ച ആ ദുആയില്ലേ, ആ തസ്ബീഹില്ലേ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് പറയും പ്രവാചകൻ. പ്രവാചകന്റെ യാത്രയെക്കുറിച്ച് പറയുന്ന ഒരുപാട് വചനങ്ങളുണ്ട്. അതിൽ പെട്ട 2 എണ്ണമാണ് ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചത്. ഒന്ന് നേരത്തെ ഇറങ്ങുമ്പോൾ പറയേണ്ട, ഒന്ന് വാഹനപ്പുറത്ത് തസ്തബൂ അലാ ളുഹൂരിഹി എന്ന് പറഞ്ഞില്ലേ, അതിന്റെ പുറത്ത് കയറി ഇരിപ്പുറപ്പിച്ചു കഴിഞ്ഞാൽ പറയണമെന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ നിഅമത്താണ് ഇതൊന്ന് ഓർക്കണമെന്ന് പറഞ്ഞത്. എന്നിട്ട് റസൂല് അന്ന് റസൂലിന്റെ വാഹനം അതായിരുന്നുവല്ലോ. ഇന്ന് നമ്മളുടെ വാഹനങ്ങൾ ഇതൊന്നുമല്ല. നമ്മളാരും കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും കഴുതയുടെ പുറത്തും ഒന്നും അല്ല നമ്മൾ യാത്ര ചെയ്യുന്നത്. നമുക്ക് ആധുനിക വാഹനങ്ങളുണ്ട്. ചിലപ്പോൾ വാഹനങ്ങൾ കയറി യാത്ര ചെയ്യും. അപ്പൊ നമ്മളൊരു സീറ്റിൽ ഇരിക്കും, ഇനി സീറ്റില്ലെങ്കിൽ നിൽക്കും. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. അപ്പോഴും നമ്മൾ ആ വാഹനത്തിന്റെ ഉള്ളിലാണ്. ഇനി നമ്മൾ സ്വയം ഡ്രൈവ് ചെയ്യുന്ന വാഹനങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ സന്ദർഭത്തിലൊക്കെ ഇത് നമ്മൾ മറക്കരുത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ 3 പ്രാവശ്യം തക്ബീർ. എന്നിട്ട് ഈ പറഞ്ഞ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് കഴിഞ്ഞിട്ട് ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയൊക്കെ നമ്മൾ പഠിക്കണം. സാധാരണയായി നമ്മളൊക്കെ ഈ പ്രായത്തിലൊക്കെ ഇനി എങ്ങനെ പഠിക്കാനാണ് നമ്മൾ എത്രയോ കാര്യങ്ങൾ നമ്മൾ ഹൃദ്യസ്ഥമാക്കുന്നു. അങ്ങനെ ഹൃദ്യസ്ഥമാക്കാൻ നമ്മളത് ശ്രമിക്കണം. തന്നെയല്ല, ചില ആളുകൾ അവരുടെ കാറിന്റെ മുന്നിൽ വളരെ ഭംഗിയായി ഈ പറഞ്ഞ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ തുടങ്ങി ഈ പ്രാർത്ഥന മുഴുവൻ ഇങ്ങനെ കെട്ടിത്തൂക്കിയിരിക്കുന്നതാണ്. കെട്ടിത്തൂക്കിയത് കൊണ്ട് കാര്യമില്ല. കെട്ടിത്തൂക്കിയതൊന്ന് ഓർത്തിട്ട് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഓക്കെ. അതല്ല, കെട്ടിത്തൂക്കിയതോടുകൂടി എന്റെ ബാധ്യത തീർന്നു, ഇനി ഇത് ഏറ്റെടുത്തോളും എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പോയി പണിപാടി. ഓർത്തോ, ഈ പറയുന്ന ഞാൻ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഇക്കാര്യം പറയണം. ഒരുപാട് വാഹനങ്ങൾ കയറുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. അതൊന്ന് നോക്കിയിട്ട്, ഗൾഫിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ. ചില അറബികളുടെ കൂടെ ഒക്കെ നമ്മൾ യാത്ര ചെയ്യാൻ അതിൽ കയറിയാൽ സംഗതി അവർക്ക് ഇതൊന്നും നോക്കണ്ട, അറിയണ്ട, എന്നാലും അതൊന്ന് നോക്കിയിട്ട് അതിങ്ങനെ പറഞ്ഞിട്ട് അവർ ഡ്രൈവ് ചെയ്തു പോകും. ഡ്രൈവർമാർ വരെ, ടാക്സി ഡ്രൈവർമാർ വരെ. കാരണം അതിനുള്ളതാണ്, അതിന്റെ ഗുണം വളരെ വലുതാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം, മനസ്സിലാക്കണം, പഠിക്കാൻ ശ്രമിക്കണം.
അള്ളാഹുവിന്റെ അനുഗ്രഹം എന്നുള്ള നിലയിൽ നന്ദിയുള്ളവരായി മാറാൻ കഴിയണം. ബാക്കിയുള്ള പ്രാർത്ഥനയുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് തുടരാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ജീവിതത്തിൽ നമ്മളോട് എന്ത് കൽപ്പിച്ചുവോ അത് പകർത്തി നല്ലവരായി ഉത്തമരായി അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാരായി ജീവിക്കുവാനും ഒപ്പം അവനോട് നന്ദിയുള്ളവരായി തീരാനും അവനിലുള്ള തവക്കുൽ ശക്തിപ്പെടുത്താനും അവനോട് കൂടുതൽ അടുക്കാനും അങ്ങനെ ഉണ്ടായേക്കാവുന്ന പ്രയാസങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാനും റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രാർത്ഥനയുടെ ബാക്കി ഭാഗം ഇത്തിരി ദൈർഘ്യമുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വ വമിനൽ അമലി മാ തർള. അല്ലാഹുവേ, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു, ചോദിക്കുന്നു. ഫീ സഫരിനാ ഹാദാ, ഞങ്ങളുടെ ഈ യാത്രയിൽ, അൽ ബിർറ നന്മ, വത്തഖ്വ തഖ്വ ധർമ്മനിഷ്ഠ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു. പിന്നെയോ വമിനൽ അമലി മാ തർള, നീ തൃപ്തിപ്പെടുന്ന കർമ്മവും പ്രവർത്തനവുമാണ് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത്. നിന്റെ തൃപ്തിയില്ലാത്ത പ്രവൃത്തി ഒന്നും വരാതെ ഞങ്ങളെ കാത്തു രക്ഷിക്കണമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ അല്ലാഹുമ്മ, അല്ലാഹുവേ, ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ വത്വി അന്നാ ബുഇദ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്ര നീ എളുപ്പമാക്കണമേ. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ വത്വി അന്നാ ബുഇദ, ഇതിന്റെ ദൂരം നീ കുറയ്ക്കണേ. അതെങ്ങനെയാണ്? ഇവിടുന്ന് കോഴിക്കോട് പോകണമെങ്കിൽ 200 കിലോമീറ്റർ ഉണ്ടെങ്കിൽ 150-200 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഈ കിലോമീറ്റർ അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ആ യാത്രയിൽ ഉണ്ടാകാവുന്ന ക്ലേശവും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാതെ, ബ്ലോക്കില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, പോണ വഴിക്ക് റോഡ് ഇടിഞ്ഞു വീഴാതെ, വിണ്ടുപോകാതെ, കുണ്ടും കുഴിയില്ലാതെ വീണ് അപകടം സംഭവിക്കാതെ അങ്ങനെ അങ്ങോട്ട് എത്തിക്കണേന്നാ പറഞ്ഞതിന്റെ അർത്ഥം. എവിടെയാണോ പോണോ അവിടത്തേക്ക്. അല്ലാഹുമ്മ അന്ത സാഹിബു ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ. അല്ലാഹുവേ, യാത്രയിൽ എൻ്റെ കൂട്ടുകാരൻ നീയാണ്. വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, എൻ്റെ കുടുംബത്തിലെ എൻ്റെ പ്രതിനിധി നീയാണ്. എന്താ വാക്കുകൾ! എത്ര ഹൃദ്യമാണ്, എത്ര പ്രാധാന്യമുള്ളതാണ്, ഒഴിവാക്കാൻ പറ്റാത്തതെന്നും ചിന്തിച്ചു നോക്ക്. പിന്നെ ലാസ്റ്റ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഇസാഇസ് സഫർ വകആബത്തിൽ മൻദർ വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ലി വൽ വൽദ് എന്ന് പറഞ്ഞാല്, അല്ലാഹുവേ, യാത്രാ ക്ലേശങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുന്നു. മിൻ വഇസാഇസ് സഫർ, ഏറ്റവും വലിയ വേഗതയിൽ ഓടുന്ന ഒരു തീവണ്ടിയാണെന്ന് വിചാരിക്കാതെ നമ്മൾ കയറിയിരുന്ന് നമ്മൾ 2.25 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ട് ഇന്ന സ്ഥലത്ത് എത്തുമെന്നും പറഞ്ഞാൽ ആ സമയത്ത് എത്താമെന്ന് വിചാരിച്ചായിരിക്കും കയറിയിരിക്കുക. അങ്ങോട്ട് പോണ വഴിക്ക് റെയിൽവേ ലൈനിലേക്ക് ഒരു മരം വീണാ കഴിഞ്ഞു, പിന്നെ ഇതിലെ ഓടാനാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഇസാഇസ് സഫർ, യാത്രയിൽ ഉണ്ടാകാവുന്ന ക്ലേശം, വകആബത്തിൽ മൻദർ, മോശമായ ദുഃഖമുണ്ടാക്കുന്ന പ്രയാസമുണ്ടാക്കുന്ന കാഴ്ചകൾ, വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ലി വൽ മാൽ, തിരിച്ചു വരുമ്പോൾ സമ്പത്തിലും കുടുംബത്തിലും മക്കളിലും മോശമായ, ദുഷിച്ച, ഇഷ്ടപ്പെടാത്ത ഒരു മടക്കം അവരിലേക്ക് മടങ്ങി വരുന്ന അവസ്ഥയിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുന്നു. പോകുന്ന ലക്ഷ്യം, പോകുന്ന വഴിയിൽ ഉണ്ടാകേണ്ട ആവശ്യകത, തിരിച്ചു വരുമ്പോഴുണ്ടാകേണ്ട സന്തുഷ്ടാവസ്ഥ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയാണ്. എവിടെയും ഇത് കിട്ടും, പഠിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ പഠിച്ചിട്ട് എന്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പഠിക്കാൻ ശ്രമിക്കണം. എന്തോരം നമ്മൾ പഠിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്, യാത്രയിൽ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന തട്ടിക്കളയൂല എന്നാണ്. യാത്രക്കാരന്റെ പ്രാർത്ഥന അള്ളാഹു തള്ളിക്കളയൂല. എനിക്ക് ഹദീസുകളുണ്ട്, സമയക്കുറവുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇനി നോക്കുക, 2 പോയിന്റും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഒന്ന്, യാത്ര പോകുമ്പോൾ കയറ്റവും ഇറക്കമൊക്കെ ഉണ്ടാവും. നമ്മൾ നടക്കുന്നവരായിരുന്നാലും 2 വീലറിൽ പോകുന്ന എങ്ങനെയായിരുന്നു, ഏത് വാഹനത്തിൽ പോയാലും കയറ്റവും ഇറക്കമൊക്കെ ഉണ്ടാവും. റസൂലിന്റെ ഒരു ചര്യയുണ്ട്. എന്താണ് ചര്യ എന്നറിയോ? ജാബിർ റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം, കുന്നാ ഇദാ സഅദിനാ കബ്ബർന, കയറ്റം ഇങ്ങനെ കയറുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് ഞങ്ങൾ പറയും. വഇദാ നസൽനാ സബ്ബഹന, ഞങ്ങൾ ഇറങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന ആവശ്യമുണ്ട്. ചിന്തിച്ചു നോക്കും.
കയറ്റം കയറുക എന്ന് വെച്ചാൽ പ്രയാസമുള്ള കാര്യം തന്നെ. വാഹനമായിരുന്നു ഇങ്ങനെ ഞരങ്ങിയൊക്കെ കയറിപ്പോണ്ടേ. നമ്മുടെ ഓടിക്കുന്ന വാഹനമാണെങ്കിലും സാധാരണ നിരപ്പായ സ്ഥലത്ത് സ്മൂത്തായി ഓടുന്ന പോലെ ഓടൂലല്ലോ. അപ്പൊ അല്ലാഹു അക്ബർ. നടക്കുകയാണെങ്കിൽ ഇറങ്ങി വരുമ്പോ എന്തൊക്കെ സംഭവിക്കും എന്ന് അറിഞ്ഞൂടാ. ബ്രേക്ക് പൊട്ടാം, പലതും സംഭവിക്കാം, എവിടെങ്കിലും പോയി മൂക്കുകുത്തി വീഴാം. ഇതൊക്കെയാണല്ലോ സംഭവിക്കുന്നത്. ഇന്നലെ സംഭവിച്ചൊക്കെ അതാണല്ലോ. ഇങ്ങനെ പോകേണ്ട സാധനം ഇങ്ങോട്ടാ വന്നത്. ടേക്ക് ഓഫ് ചെയ്ത് മേലോട്ട് പോകേണ്ട സാധനം നേരെ താഴോട്ട് വന്നു. അപ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയണമെന്ന ഇറക്കം ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ. പിന്നെ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ പോലും അള്ളാഹുവിനെ ഓർത്ത് അവന് സ്തുതി പറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ടേ വീട്ടിലേക്ക് എത്താം. ആയിബൂന തായിബൂന ആബിദൂന ലിറബ്ബിനാ ഹാമിദൂൻ. മടക്കത്തിൽ പറയേണ്ടതാണ്. തിരിച്ചു വരുമ്പോൾ ആയിബൂന ഞങ്ങൾ മടങ്ങിയവരാണ്, തായിബൂന തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. യാത്രയിൽ എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചെങ്കിൽ തൗബ. ആബിദൂന അള്ളാഹുവിന് മാത്രം ആരാധന ചെയ്യുന്നവരാണ്. ലി റബ്ബിന ഹാമിദൂൻ ഞങ്ങളുടെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ വരുന്നു. കാരണം പോയ കാര്യമൊക്കെ ഉഷാറായി, ലക്ഷ്യം സാക്ഷാത്കരിച്ചു. സന്തോഷത്തോടെ പടച്ചവന് സ്തുതി പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങുക. ഇതൊക്കെ യാത്രയുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് കാണുന്ന കാര്യങ്ങൾ ഈ സാന്ദർഭികമായി ഒന്ന് ഉണർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അറിയുന്ന പലരും ഉണ്ടാകും, അറിയാത്തവരും ഉണ്ടാകാം. എല്ലാവരും ഇതിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുക. പറയുന്ന ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഇതിന്റെ പ്രാധാന്യവും ഗൗരവവും ആവശ്യകതയും ഇതുകൊണ്ടുള്ള നേട്ടവും ഒക്കെ ഉൾക്കൊള്ളുക, ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നാം ഏവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും സുഗമമായ യാത്രയും പ്രയാസരഹിതമായ യാത്രയും അള്ളാഹു ഇഷ്ടപ്പെടുന്ന യാത്രയും ചെയ്ത് കാര്യങ്ങൾ നേടാനുള്ള സാഹചര്യം അള്ളാഹു ഒരുക്കി തരുമാറാകട്ടെ. പ്രയാസങ്ങളെ അള്ളാഹു ലഘൂകരിച്ച് തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളിയിൽ സ്ഥിരമായി വരാറുള്ള വെള്ളിയാഴ്ചകളിലും റമദാനിലും ഒക്കെ വരാറുള്ള നമ്മുടെ റിലീഫുമായി ഏറ്റവും കൂടുതൽ സഹകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ മക്കളുടെ അടുക്കേക്ക് ഗൾഫിലേക്ക് പോയി അവിടെ വെച്ച് ഹൃദയ സംബന്ധമായ പ്രയാസമുണ്ടായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് എത്രയും വേഗം പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടുകൂടി നാട്ടിൽ തിരിച്ചെത്തി നമ്മളോടൊപ്പം ഇനിയും കഴിച്ചു കൂട്ടാനുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഓപ്പറേഷന് വിധേയയാകുന്ന സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആ സഹോദരിയുടെ ഓപ്പറേഷൻ വിജയപ്രദമാക്കി കൊടുക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾക്ക് വിധേയരായി ആശുപത്രികളിലും വീടുകളിലും കഴിച്ചു കൂട്ടുന്ന നമ്മുടെ സഹോദരന്മാരുടെ എല്ലാ പ്രയാസങ്ങളെയും രോഗങ്ങളെയും അള്ളാഹു ശിഫയാക്കി കൊടുക്കുകയും പ്രയാസങ്ങളെ അകറ്റി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. ഏത് വിധത്തിലുള്ള ജീവിത രംഗത്തും അള്ളാഹു നമ്മളെ ഖൈറിലും ബിറിലും എന്നും ഒരുമിച്ച് നിർത്തുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار.